ഈ 2 ടേം മാത്രമേ പാടുള്ളൂ എന്ന് CPIM തീരുമാനിക്കുന്നതിൻ്റെ കാരണം എന്താണ്? അതായത് ഈ പാർട്ടിയാണ് മേലെ നിൽക്കേണ്ടത്, പാർട്ടി ആയിരിക്കണം പ്രധാനപ്പെട്ട ശക്തി ആയിരിക്കേണ്ടത്, വ്യക്തികളല്ല എന്ന അവരുടെ എക്കാലത്തെയും പ്രധാനപ്പെട്ട തിയറിയുടെ കൂടെ അടിസ്ഥാനത്തിലാണ്. അതായത് ഒരു മണ്ഡലത്തിൽ ഒരു പ്രധാനപ്പെട്ട നേതാവ് MLA ആകുന്നു, വീണ്ടും MLA ആകുന്നു, വീണ്ടും MLA ആകുന്നു. അപ്പോൾ അവിടെ മറ്റു പ്രധാനപ്പെട്ട നേതാക്കൾ വരാതിരിക്കുന്നു, മറ്റുള്ളവർക്ക് അവസരം കിട്ടാതിരിക്കുന്നു, ഒരേ ആളുകൾ കൂടുതൽ പവർഫുൾ ആകുന്നു, അധികാരം അതിൻ്റേതായിട്ടുള്ള ശരിയല്ലാത്ത കാര്യങ്ങളിലേക്ക് ആളുകളെ കൊണ്ടുവന്ന് എത്തിക്കും. അങ്ങനെ പോകേണ്ടതില്ല, ആളുകൾ മാറി മാറി വരട്ടെ എന്നൊരു ചിന്ത കൊണ്ടായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി 2 ടേം വ്യവസ്ഥയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടാവുക. പക്ഷേ ഇപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ആലോചിച്ച് നോക്കും, ഉമ്മൻചാണ്ടി 12 തവണ MLA ആളാണ്, 12 തവണ മത്സരിച്ചു, ജയിച്ചു. 1970-കളിലൊക്കെ തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ പോരാട്ടം, തെരഞ്ഞെടുപ്പ് പോരാട്ടം അവസാനിക്കുന്നത് 2000 ഇവിടെയാണ്, 2000 അവസാന കൊല്ലമാണ്, 2021-ലാണ് അദ്ദേഹം മത്സരിക്കുന്നത്, അവസാന മത്സരം നടത്തുന്നത്. 12 തവണ ഒരേ മണ്ഡലത്തിൽ നിന്ന്. അവിടെ പുതുപ്പള്ളിയിൽ മത്സരം തെരഞ്ഞെടുപ്പ് എന്ന് വന്നാൽ പിന്നെ മറ്റൊരു പേരവിടെ ഇല്ല, പുതുപ്പള്ളി ഉമ്മൻചാണ്ടി അങ്ങനെയാണ്. ഇപ്പോൾ മാണി സാറിനാണെങ്കിൽ പാല, അങ്ങനെ വലതുപക്ഷത്ത് നമ്മളെല്ലാം UDFൻ്റെ ഭാഗത്ത് ഇഷ്ടംപോലെ ആളുകൾ അങ്ങനെയുണ്ട്. പക്ഷേ ഇടതുപക്ഷത്ത് ഒരിക്കൽ പോലും അങ്ങനെ നിരന്തരമായിട്ട് മത്സരിക്കുന്ന ആളുകളില്ല. ഇതിപ്പോൾ 3-ാം ടേമിലേക്ക് കടന്നാലും 10-12 തവണ മത്സരിച്ച് ജയിക്കുന്ന അതും തുടർച്ചയായിട്ട് ജയിക്കുന്ന ഒരാൾ ദീർഘകാലത്തേക്ക് CPMൻ്റെയോ CPIയുടെ ഭാഗത്തുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നേ ഇല്ല. അപ്പോൾ അങ്ങനൊരു സാഹചര്യം ഉണ്ടാകരുത് എന്ന് വിചാരിച്ച് തീരുമാനം അതിനുവേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ആളുകൾക്ക് അത് മാറ്റേണ്ടി വരുന്നത് ഈ സവിശേഷമായ രാഷ്ട്രീയ സാഹചര്യം കൊണ്ടാണ്. ഒന്ന്, ഈ 2ാം തവണയും മത്സരിച്ച് ഭരണവിരുദ്ധ വികാരം ചെറിയ മട്ടിലാണെങ്കിലും ഉണ്ടോ എന്നൊരു ഭയം, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വന്നിരിക്കുന്ന വിധി, പിന്നെ ഈ BJPയുടെ സാന്നിധ്യം അവരുടെ വോട്ടുകൾ എങ്ങനെ ഒരു ത്രികക്ഷി സംവിധാനം അങ്ങനെ പൂർണ്ണാർത്ഥത്തിൽ അല്ലെങ്കിൽ പോലും അവരൊരു വോട്ട് സമാഹരിക്കുന്നൊരു മെഷീനായിട്ട് BJP മാറിയതോടെ എങ്ങനെ ഓരോ മണ്ഡലങ്ങളിലും പ്രശ്നങ്ങൾ വരും എന്നതിനെക്കുറിച്ച് വലിയ ആശയവ്യക്തതയില്ലായ്മ എന്നതൊക്കെ ചേർന്നിട്ടാണ് ഈ 3-ാം ടേമിലേക്ക് കൂടെ പോയേക്കാം പ്രധാനപ്പെട്ട ചില വ്യക്തികൾ, ഇപ്പോൾ ജനം ഇഷ്ടപ്പെടുന്ന ചില MLA മാർ, ചെറുപ്പക്കാരും അല്ലെങ്കിൽ മുതിർന്നവരായിട്ടുള്ള MLA മാർ ഈ കാര്യങ്ങളെ കൊണ്ടുപോകുന്ന ചില സ്ഥലങ്ങളിൽ അവർ തന്നെ മത്സരിക്കട്ടെ എന്നൊരു തോന്നലിലേക്ക് ആളുകൾ വരുന്നത്. ഇതിപ്പം സന്തോഷത്തോടെ എടുക്കുന്നൊരു തീരുമാനമായിരിക്കില്ല, ഒരു സുഘടിത സംവിധാനം എന്ന നിലക്ക് പാർട്ടി സന്തോഷത്തോടെ എടുക്കുന്നൊരു തീരുമാനമായിരിക്കുകയില്ല. പക്ഷേ മറ്റു മാർഗ്ഗമില്ല, ഇതാണ് ഏറ്റവും എളുപ്പം, വിജയമാണ് ഏറ്റവും പ്രധാനം എന്ന് കരുതിയിട്ട് സ്വീകരിക്കുന്ന ഒരു നിലപാടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഏതൊക്കെ ആളുകൾക്കാണ് ആ ഇളവ് കിട്ടുക, എല്ലാവരും മത്സരിക്കുമോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ പിണറായി വിജയൻ മത്സരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കാരണം ഇത് 3-ാം സർക്കാരിനെ നയിക്കുന്നയാൾ പിണറായി വിജയനാണ്. നയിക്കുന്ന ആൾ പിന്നോട്ട് മാറി നിന്നാൽ, മത്സരിക്കാതെ നിന്നാൽ 3-ാം സർക്കാർ ഉണ്ടാക്കാനാണ് പോകുന്നതെന്ന് പറയുകയും പക്ഷേ അതിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന 2 തവണയും മുഖ്യമന്ത്രിയായിരുന്ന ആൾ പിൻവാങ്ങി മത്സരിക്കാതെ നിൽക്കുകയും ചെയ്താൽ നിങ്ങളുടെ ഭരണത്തിൽ മുഖ്യമന്ത്രി എന്ന നിലക്ക് വലിയ എതിർപ്പുകൾ വന്നതുകൊണ്ട് നിങ്ങൾക്ക് വീഴ്ചകൾ ഉണ്ടായെന്ന് ഞങ്ങൾ പറയുന്നതിനെ നിങ്ങൾ സമ്മതിക്കുകയല്ലേ ചെയ്യുന്നത് എന്നൊരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വരും.